കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാർക്ക് ഇന്നായിരുന്നു വോട്ടിംഗ് കേട്ടോ. അതായത് December 11 വ്യാഴാഴ്ച. അപ്പോൾ എനിക്ക് വോട്ടിംഗ് മേഴത്തൂരാണ്. മേഴത്തൂർ സ്കൂളിൽ വെച്ചിട്ടാണ് വോട്ടിംഗ് കേട്ടോ. അപ്പോൾ അച്ഛൻ വോട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ വരികയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വോട്ട് ആകെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് ഇപ്രാവശ്യം വോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ ആക്കിയിട്ടോ വോട്ട്. മേഴത്തൂരായിരുന്നു വോട്ട്. അപ്പോൾ മേഴത്തൂർ അവിടെ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് അവളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് മേഴത്തൂർ സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ പാർട്ടിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇലക്ഷന് നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഉണ്ട് സ്കൂളിൽ ഒരു മനുഷ്യക്കുഞ്ഞില്ല, അധികം പേരൊന്നും കാണില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഈ സമയത്തൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ആ മുകളിലായിരുന്നു കേട്ടോ എനിക്ക് വോട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇതാ വോട്ടിങ് ഇതാ ഇവിടെയാണ് കേട്ടോ. ആ സൈഡിൽ എങ്ങനെ വരുന്നത് ഇതാ അവളപ്പോൾ ആ സ്ലിപ്പൊക്കെ തന്നു കേട്ടോ. എൻ്റെ ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കാർഡിൽ വന്ന ആ ഫോട്ടോയാണ് കേട്ടോ അത് തന്നെയാണ് ഇപ്പോഴും അതിൽ. അപ്പം ഞങ്ങളിവിടെ നിന്നപ്പോൾ അത് അത്ര പേര് 4 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വോട്ടിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആ വോട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒരു നെഞ്ചെടുപ്പാണ് കേട്ടോ. പിന്നെ തന്നെ ഞങ്ങൾ കുറച്ച് സെൽഫി ഫോട്ടോസൊക്കെ നിർബന്ധമാണല്ലോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവൾ മേഴത്തൂർക്ക് അങ്ങോട്ടും പോയി കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. ഒന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വോട്ട് അവിടെ ആയിരുന്നു പറയായിരുന്നേ. അന്നൊക്കെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തിരക്കില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോ ടൈമിൽ വരണ കാരണമാണോ എന്ന് അറിയില്ല. ഇപ്രാവശ്യം നിങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്ന് പറയൂ കേട്ടോ. ചിലവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലവർക്കൊക്കെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വോട്ട് ചെയ്തു, അത്രമാത്രം.